ചെറിയ കഷ്ണം മത്തനുണ്ട്, പച്ചമുളക് കീറിയത്, പിന്നെ ചുവന്ന സാമ്പാർ പരിപ്പ്. അതാണ് ഞാൻ സാമ്പാറിന് ഉപയോഗിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും എന്നിട്ട് അടച്ച് വെച്ച് അതിൻ്റെ മുന്നേ കുറച്ചൊരു ടീസ്പൂണ് നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ രാവിലെ മസാലക്കറി ആയതുകൊണ്ട് വയറിന് പിടിക്കാത്തതിൻ്റെ നല്ലതാണ്. ഒരു ടീസ്പൂൺ നെയ്യ്, നെയ്യില്ല, അത് ഒരു ടീസ്പൂണുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കും. കറിവേപ്പിലയിട്ടുണ്ട്, മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെയാണ് മസാല സാധനങ്ങളൊക്കെ പിന്നെയാണിത്. വെളുത്തുള്ളി ഇട്ടുണ്ട്, കറിവേപ്പില, പിന്നെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോഴേക്ക് വഴറ്റി വെച്ച ഈ സാധനങ്ങൾ എടുക്കാം. അതിൻ്റെ കൂടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചതാണിത്, അതുകൂടി ഒഴിക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, പിന്നെ വീട്ടിൽ വറുത്ത് വെച്ച പൊടിയാണ്. പിന്നെ പറഞ്ഞ ഇതിൽ എന്തൊക്കെ ഇട്ടതുണ്ട്. ഇതാണ് ഞാൻ സാമ്പാറിന് ഉപയോഗിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ മല്ലിയൊക്കെ ഇതിലിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് വേറെ ഇടാഞ്ഞത്. പരിപ്പ് വേവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വയറ് പിടിക്കാത്തവർക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഉപയോഗിക്കുന്നത് ആ പരിപ്പ് വേവിക്കുമ്പോൾ ഇടുന്നത് നല്ലതാണ്. കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് പരിപ്പ് വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. പാവം തേങ്ങ ഒഴിച്ചിട്ട് തേങ്ങ മിക്സിയിൽ അരച്ചിട്ട് അത് വെള്ളം കൂട്ടാണ്ട് അരച്ചെടുക്കും. പിന്നെ പൊടിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കൂടി കൂട്ടി അരച്ചെടുക്കും. ഇതൊരു 10 മിനിറ്റ് കൂടി വെള്ളമുണ്ട്. അപ്പോഴത്തേക്ക് തേങ്ങയും അരച്ച് കൊണ്ടുവരാം ഉപയോഗിക്കാൻ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചതാണ്, അതുകൂടി വയ്ക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, ഇത് ഞാൻ വീട്ടിൽ വറുത്ത് വെച്ച പൊടിയാണ്. ഇത് പിന്നെ പറഞ്ഞു തരുന്നതിൽ എന്തൊക്കെ ഇട്ടതെന്നുണ്ട്. ഇതാണ് ഞാൻ സാമ്പാറിന് ഉപയോഗിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ മല്ലിയൊക്കെ ഇതിലിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് വേറെ ഇടാഞ്ഞത്. എന്നിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടി തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. കായൊക്കെ ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ ഇട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, വയറിന് പിടിക്കാത്തവർക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഉപയോഗിക്കുന്നത് ആ പരിപ്പ് വേവിക്കുമ്പോൾ ഇടുന്നത് നല്ലതാണ്. കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിൽ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ,